ഹായ്, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജസ്റ്റ് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് +1 +2വിലേക്ക് വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് ഒരു അടിപൊളി വിശേഷമായാണ് ഞാൻ വന്നിരിക്കുന്നത്. രസമായി 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം, ഒരു കളർഫുൾ അന്തരീക്ഷത്തിൽ +1 +2 പഠിക്കണം. അതിനുശേഷം നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ കണ്ട സ്വപ്നത്തിലേക്ക് ഡോക്ടർ ആവുന്നതിലും എൻജിനീയർ ആവുന്നതിലേക്കും ഒക്കെ സുരക്ഷിതമായി എത്തണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിനെന്ത് ചെയ്യണമെന്നുള്ള അന്വേഷണങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. നിരവധിയായ സൊല്യൂഷനുകൾ പലരുടെ അടുത്ത് നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എനിക്കറിയാം +1 +2 ഭംഗിയിൽ പഠിക്കൂ, അതിനുശേഷം നമുക്കൊരു എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാം, 1-2 വർഷമൊക്കെ റിപ്പീറ്റൊക്കെ ചെയ്ത് എൻട്രൻസ് ക്രാക്ക് ചെയ്യാം, എന്നിട്ട് ഡോക്ടർ ആവാം, എൻജിനീയർ ആവാം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊന്നും വേണ്ടാതെ ഒരു സിംഗിൾ ഡേ പോലും, ഒരു വർഷം പോയിട്ടൊരു സിംഗിൾ ദിവസം പോലും നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ട ലക്ഷ്യത്തിലേക്ക്, ആഗ്രഹത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു 2 ഇയർ പ്രീമിയർ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാമുമായി സൈലം കേരളത്തിൽ എല്ലായിടത്തും വരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാണുന്നൊക്കെ സ്കൂളിൻ്റെ നടവഴിയൊക്കെയാണ്. 50 ഏക്കറിലായി കിടക്കുന്ന അടിപൊളി ക്യാമ്പസാണ്. നിങ്ങൾ +1 +2 പഠിക്കാൻ നിങ്ങൾക്ക് അങ്ങേയറ്റം യോജിച്ച, പഠിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരിടത്ത് പഠിക്കണം എന്ന് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ക്യാമ്പസുകളിൽ ഒന്നിലാണ് സൈലത്തിൻ്റെ 2 ഇയർ പ്രീമിയർ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം വരുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ സൈലത്തിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട ആളുകളായിരിക്കും. CBSE-കാരാണെങ്കിലും സ്റ്റേറ്റുകാരാണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് ഞങ്ങൾക്ക് എന്നും കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലൊരു ക്ലാസ്സിൽ റെഗുലറായി ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഈ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പലവട്ടം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം. ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. സൈലത്തിൻ്റെ സ്കൂളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സൈലം +1 +2 പഠിക്കാൻ വേണ്ടി. സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്കൂൾ, ഹോസ്റ്റൽ വരെ ഉള്ള സ്കൂളിലാണ് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ സെൻട്രലൈസ്ഡ് വൈഫൈ സംവിധാനമൊക്കെയുള്ള ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളുടെ കയ്യിൽ സൈലത്തിൻ്റെ ടാബ്ലറ്റ് കൂടെ, ക്ലാസ് കൂടാതെ റെഗുലർ ക്ലാസ് റൂം കൂടാതെ സൈലത്തിൻ്റെ ടാബ് കൂടി ഉണ്ടാവും. അതിനകത്ത് ഓൺലൈൻ ക്ലാസ്സും, സൈലത്തിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സും നിങ്ങളിരുന്ന് കാണുമ്പോൾ, നമ്മൾ ഈ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യില്ലേ, പോയിരുന്ന് ടെക്നോളജിയൊക്കെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതൊക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ വരണം. പഴയ കാലം അല്ല ഇത്. സോ സൈലത്തിൻ്റെ ടാബ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ടാബിനകത്ത് നിങ്ങൾക്കൊരു ഡിജിറ്റൽ ക്ലാസ് മുറി കൂടിയുണ്ട്. അങ്ങനെ സൈലം ടാബും നിങ്ങളുടെ ക്ലാസ് മുറിയും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തൊരു ഹൈബ്രിഡ് പ്രോഗ്രാമൊക്കെയായി അതിഗംഭീര ലോക നിലവാരത്തിലുള്ളൊരു +1 +2 പ്രോഗ്രാമാണ് സൈലം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എങ്ങനെ പഠിച്ചവരായാലും, ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ലാത്ത, അതിലൊക്കെ സങ്കടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇനി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. നിങ്ങളെല്ലാവരെയും സൈലം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെ കൈപിടിച്ച് ഇങ്ങോട്ട് സൈലം കൊണ്ടുവരും. നിങ്ങളെ അടുത്തിരുത്തി ഞങ്ങൾ പഠിപ്പിക്കും, ഗംഭീരരാക്കി നിങ്ങളെ മാറ്റും. ഞാൻ പറഞ്ഞു നിങ്ങളോട്, അതിനൊക്കെ യോജിച്ച രീതിയിൽ ടാബ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് വൈഫൈ സംവിധാനമൊക്കെയുള്ള ഹോസ്റ്റൽ, എല്ലാ നിലവാരമുള്ള ഹോസ്റ്റലുകൾ, ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ഒക്കെ സൈലത്തിനുണ്ട്. എല്ലാം ഇവിടെ തന്നെയുണ്ട്. ചിറ്റിലപ്പള്ളിയിലാണ് ഈ സ്കൂളുള്ളത്. തൃശ്ശൂർ ഗുരുവായൂർ റോഡാണ് നിങ്ങളിതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് കാണുന്നത്. ചിറ്റിലപ്പള്ളി ഫേമസ് സ്ഥലമാണ്, നിങ്ങൾക്കറിയാം. തൊട്ടപ്പുറത്താണ് നമ്മളുടെ അമല മെഡിക്കൽ കോളേജൊക്കെ കിടക്കുന്നത്. ചിറ്റിലപ്പള്ളിയിലാണ് സൈലത്തിൻ്റെ പുതിയ സ്കൂളുള്ളത്. അതിഗംഭീരമായ 2 വർഷമായിരിക്കും ഈ സ്കൂളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് ദുബായിലും ഷാർജയിലും ഒക്കെയുള്ള ഇൻ്റർനാഷണൽ സ്കൂളുകൾ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ കുട്ടികളും പാരൻസൊക്കെ എന്നോട് ചോദിച്ച്, ആ സ്കൂളിൻ്റെ ആംബിയൻസൊക്കെ കാണിച്ച്, നോക്കൂ ഇത്ര നിലവാരത്തിലുള്ള സ്കൂളിലിരുന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച മക്കളാണ് ഞങ്ങളുടെ മക്കൾ. ഞങ്ങൾക്കറിയാം നാട്ടിൽ ഗംഭീരമായ കോച്ചിങ് കിട്ടുമെന്ന്. സൈലത്തേക്കാൾ ബെറ്ററായ ഒരു കോച്ചിങ് മറ്റൊരിടത്തും അവർക്ക് നീറ്റിനോ JEEക്കോ പ്രിപ്പയർ ചെയ്യാവുന്ന രീതിയിൽ കിട്ടാനിടയില്ല. കാരണം അവരൊക്കെ വീട്ടിലിരുന്ന് സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ട ആളുകളാണ്. പക്ഷേ ഈ നിലവാരം നിങ്ങൾക്ക് നാട്ടിൽ ഒരുക്കി കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം. എങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ മക്കൾ ഇവിടെ നിന്ന് പറന്ന് നേരെ നാട്ടിലേക്ക് വരും എന്ന കാര്യം അവരൊക്കെ പറഞ്ഞു. ആ പാരൻസും കുഞ്ഞുങ്ങളും പറഞ്ഞു. അവരോടുകൂടിയാണ് ഞാൻ മറുപടി പറയുന്നത്. ഞാൻ ദുബായിലും ഷാർജയിലും എല്ലാം കണ്ട അന്തരീക്ഷം ഇവിടെയുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ എല്ലാ ഗാംഭീര്യതയും ഇവിടെയുണ്ട്. അവിടെ ഉള്ളതിനേക്കാളേറെ സൗകര്യങ്ങൾ, അതിനേക്കാൾ ഗ്രാമീണതയോടുകൂടെ, അതിനേക്കാൾ പ്രൊഫഷണലായി ഒരുക്കിയ ക്യാമ്പസാണ് IES ക്യാമ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കാം, പറന്നു വരാം. അത് CBSE സിലബസിലുള്ളവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്. CBSE സിലബസിൽ പഠിച്ചവരായാലും ICSE സിലബസിൽ പഠിച്ചവരായാലും ഇവിടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരായാലും, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച സിലബസ് ഏത് എന്നത് വിഷയമേ അല്ല.
വിഷയം നിങ്ങൾ പാഷനേറ്റ് ആണോ എന്നതും നിങ്ങൾ നീറ്റ് എക്സാമിനേഷനും JEE എക്സാമിനേഷനും എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതും മാത്രമാണ്. ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രിഫർ ചെയ്യാനുള്ള ആദ്യത്തെ ചോയ്സായി ഈ സ്കൂൾ ഉണ്ടായിരിക്കും. ഈ കാണുന്നതാണ് നമ്മളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഹോസ്റ്റൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് ഗേൾസ് ഹോസ്റ്റലാണ്. ഇതേപോലൊരു ബോയ്സ് ഹോസ്റ്റലും നമുക്കുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ നിന്ന് ഗേൾസ് ഹോസ്റ്റലിൽ നിന്ന് നമ്മളുടെ ക്ലാസ് മുറിയിലേക്കുള്ള ദൂരം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കയറി ഇതുവഴി നടന്നാൽ ഇവിടെ കാണുന്നതാണ് നമ്മളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇവിടെയാണ് സൈലത്തിൻ്റെ +1 +2 ക്ലാസ് മുറി. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ 2 ഇയർ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാമിലും ക്ലാസ് റൂമിലും ഒക്കെ ഗംഭീരമായി പെർഫോം ചെയ്യേണ്ടത്. ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാവുന്ന രീതിയിൽ NCERT ടെക്സ്റ്റിൻ്റെ ഓരോ വരിയും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് സൈലം മുന്നോട്ടേക്ക് പോവുക. അതും കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതാൻ പോകുമ്പോഴേക്കും എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസിനെ കുറിച്ച് നല്ല ധാരണ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ എഴുതാൻ പോകുന്നത് മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിലും എൻജിനീയറിംഗ് എൻട്രൻസ് ആണെങ്കിലും അതിനുള്ള സിലബസ് എന്ന് പറയുന്നത് NCERTയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതായത് നിങ്ങൾ +1നും +2വിനും പഠിക്കുന്ന അതേ കോൺസെപ്റ്റുകൾ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ്റെ മോഡിൽ ചോദിക്കുന്ന പരീക്ഷയാണ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ആ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ കഴിയണമെങ്കിൽ നന്നായി ബോർഡ് എക്സാമിനേഷൻ എഴുതാവുന്ന രൂപത്തിൽ സബ്ജക്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വേണം. എങ്കിലേ നമുക്ക് എൻട്രൻസിലെ മികച്ച റാങ്കുകൾ വാങ്ങാൻ വേണ്ടി പറ്റും. ആദ്യത്തെ 10 റാങ്കിലും ആദ്യത്തെ 20 റാങ്കിലൊക്കെ നിങ്ങളെ കാണാൻ പറ്റണമെങ്കിൽ +1നും +2വിനും പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഈ സബ്ജക്റ്റിനകത്ത് നല്ല ഡെപ്ത് ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള സാഹചര്യമാണ്, അതിനുള്ള കോച്ചിങ് ആണ് ഈ ക്യാമ്പസിൽ സൈലം നടത്താൻ വേണ്ടി പോകുന്നത്. സോ തൃശ്ശൂർ ജില്ലയിലെ സൈലത്തിൻ്റെ പുതിയ ക്യാമ്പസ് നിങ്ങൾ പരിചയപ്പെട്ടു, ഹോസ്റ്റൽ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റികൾക്കും എല്ലാത്തിനുമുള്ള സൗകര്യമൊക്കെ ഹോസ്റ്റലിനകത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അക്കാഡമിക് എൻവയോൺമെൻറ്റിന് അതിൻ്റെ മാക്സിമത്തിൽ തരാൻ വേണ്ടി ക്യാമ്പസ് ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 50 ഏക്കർ സ്ഥലത്താണുള്ളതെന്ന്. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ആംബിയൻസ് ആണ് കോളേജിൻ്റെ ഈ പറയുന്ന ക്യാമ്പസിൻ്റെ ഓരോ ഭാഗത്തുള്ളത്. അതെല്ലാം ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. പക്ഷേ എനിക്കെടുത്ത് നിങ്ങളോട് പറയാനുള്ളത് മിനിമം സീറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്കറിയാം പാഷനേറ്റായ ഒരുപാടേറെ കുഞ്ഞുങ്ങളുണ്ട്, സൈലത്തിനെ പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ മാത്രമേ തൃശ്ശൂരിൽ സൈലത്തിനുണ്ടായിരുന്നുള്ളൂ. അത് വിജയഗിരിയിലായിരുന്നു ആ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 2 പുതിയ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കൂടെ തൃശ്ശൂർ ജില്ലയിൽ സൈലം ആരംഭിക്കുകയാണ്. ഒന്ന് സെൻറ്റ് വിൻസെൻ്റ് പള്ളുട്ടി എന്ന് പറയുന്ന സ്ഥലത്തും മൂന്നാമത്തേത് ഇവിടെയും IES സ്കൂൾ എന്ന് പറയുന്ന ചിറ്റിലപ്പള്ളിയിലുമായി 3 ക്യാമ്പസ് സൈലം തൃശ്ശൂർ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത്രമേൽ ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ സൈലത്തിൻ്റെ ക്ലാസ് മുറിക്ക് വേണ്ടി തിരക്കി ഞങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ വർഷവും അതേ സാഹചര്യത്തിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം, എളുപ്പം അഡ്മിഷൻ എടുക്കണം. നമ്മളുടെ മുമ്പിൽ ഇനി മിനിമം സമയം മാത്രമേ ഉള്ളൂ. 2 ഇയർ അടിപൊളിയായി നമ്മൾ പഠിക്കും. +1ഉം +2ഉം പഠിക്കുന്നതിനൊപ്പം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള എല്ലാ അടവുകളും നമ്മളിവിടെ നിന്ന് പഠിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ വരും. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഗംഭീരമായ മെറ്റീരിയലുകൾ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ വരും. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ലബോറട്ടറി നിങ്ങളുടെ മുമ്പിൽ വരും. അടിപൊളിയായി ഈ 2 ഇയർ നമ്മൾ കടന്നു പോകും. ആൾ ദി ബെസ്റ്റ്.